ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു ഈസി ആയിട്ടുള്ള പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വിരുന്നുകാരൊക്കെ വന്ന സമയത്താണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. ഇത് ബ്രെഡും കസ്റ്റർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കാരമലൈസിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ്സാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര വേറെ വേണം. പിന്നെ വെള്ളം വേണം. വെള്ളം ഒരു 1/2 കപ്പ് വേണം. പിന്നെ കസ്റ്റർഡ് പൗഡർ 1/4 കപ്പ് വേണം. പിന്നെ ഒരു നുള്ള് ഉപ്പ് വേണം. 1/2 കപ്പ് പാല് വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കസ്റ്റർഡ് പൗഡറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റർഡ് പൗഡർ ഞാൻ 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഈ കപ്പ് ഒരു ഗ്ലാസിൻ്റെ അളവ്, ചെറിയൊരു ഗ്ലാസിൻ്റെ അളവിനാണ്, കറക്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് അത്യാവശ്യം കളറ് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ പാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റാം. അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ ഇരുന്ന് സെറ്റായി പോകും. അപ്പോൾ അത് നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ നമ്മൾ സ്കൂളിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 1.5 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പാണെങ്കിൽ 1.5 കപ്പ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വല്ലാണ്ട് തിളയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളണം, അല്ലെങ്കിൽ കട്ട കെട്ടി പോകും. ഇനി നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഈ ഒരു പരുമ വരെ നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിനി ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 6 ബ്രെഡ് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് മേടിക്കുന്നതും ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഇങ്ങനെ ബ്രെഡ് വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നത്. നമുക്കിനി ഇത് പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ മോടി വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ചെരുവത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വെക്കാം. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പുഡിംഗ് വെക്കുന്നത്. ഇതിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മോടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു 20-30 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല താഴെ വെച്ചിട്ട് ഞാൻ ഒരു 1-2 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തേക്കുന്നതാണ്. നമ്മളങ്ങനെ തണുപ്പിച്ചെടുത്താലാണ് നല്ല സെറ്റായിട്ട് നമ്മുടെ പുഡിങ് കിട്ടുള്ളൂ. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.